ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തന്മയ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കോട്ടയത്തിന് പോവാണ്. സോ കോട്ടയത്തിന് നമ്മൾ ചുമ്മാ ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ എല്ലാവരും ഉണ്ട്, മണിക്കുട്ടനുണ്ട്. സോ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഇതിന് വോയിസ് ഇല്ല. സോ ഞാൻ ഈ ചെറുതായിട്ടൊന്ന് വോയിസ് ഓവർ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ കോട്ടയത്ത് മിനിസോയിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിനൊക്കെ വോയിസ് ഉണ്ട്, പക്ഷേ ഇതിനെന്തോ വോയിസ് ഇല്ല. ചിലതിനൊക്കെ അങ്ങനെയാണ്, വോയിസ് ഇല്ല. സോ നമ്മളിവിടെ കോട്ടയത്ത് മിനിസോയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മിനിസോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഇവിടെ അകത്ത് കയറിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാനിവിടെ പതുക്കെയാണ് സംസാരിക്കുന്നത്. അവിടെ ഭയങ്കര നിശബ്ദത, അതുകൊണ്ട് പതുക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ മൈക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഈ മൈക്കിൻ്റെ കുറച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. നമ്മളിപ്പോൾ മിനിസോയുടെ ഇച്ചിരിയും കൂടെ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. ആ പാട്ടിനാണ് അവിടെ ഇങ്ങനത്തെ പാവ പോലത്തെ സോഫ്റ്റ് ടോയ്സോ അതേപോലത്തെ നെക്ക് പില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് പാവനൊക്കെ വന്നാൽ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുന്ന മഴയത്തിരുന്നിട്ടാണ്. സോ മഴയുടെ വോയിസ് ഒക്കെ ചിലപ്പോൾ വരാമായിരിക്കും. പിന്നെ അവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. ഈ ഒരു പൂവിന് 650 രൂപയാണ്. അപ്പം ഇത് കണ്ടിട്ട് എനിക്ക് വാങ്ങണ്ടെന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ നമ്മളെ മിനിസോയിൽ നിന്നൊക്കെ ഇറങ്ങി അധിക സാധനങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ് അവിടെ നിന്നു, എന്നിട്ട് പോന്നു. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ എന്താണ്, നമുക്കങ്ങനെ അധികം സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ഞാനാണെങ്കിൽ ഒരു സ്ലീപ്പിംഗ് മാസ്ക്, പിന്നെ അങ്ങനത്തെ ഒരു സോഫ്റ്റ് ടോയ്, 2-3 സോഫ്റ്റ് ടോയ് എന്ന് തോന്നുന്നു. 2 സോഫ്റ്റ് ടോയ്സും വാങ്ങി. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഷീമാട്ടിയിലാണ്. ഷീമാട്ടിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷീമാട്ടിയിലെത്തി. ഷീമാട്ടിയിൽ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ഇനിയുള്ള ക്ലിപ്സിനൊക്കെ വോയിസ് ഉണ്ട്. ഒരു ക്ലിപ്പിന് എന്തോ വോയിസ് ഇല്ല. ഇനിയുള്ള ക്ലിപ്സിനൊക്കെ അത്യാവശ്യം വോയിസും ഉണ്ട്. സോ അപ്പം ഇനിയിപ്പം നമ്മളിവിടെ എത്തി കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഷീമാട്ടി വന്നു. മണിക്കുട്ടനുണ്ട്. അപ്പം നമ്മളിപ്പം ഇവിടെ സന്തോഷിച്ചൊക്കെ വേണ്ടിയിട്ട് പാൻസിൻ്റെ സെക്ഷനിൽ, മെൻസ് സെക്ഷനിലാണ്, മെൻസിൻ്റെ ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവിടെ പാൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകുന്ന തരത്തിലുള്ള പാൻസ് ഇല്ലേ, അതവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മണിക്കുട്ടൻ്റെ കൂട്ടായിട്ട് ഇവിടെ വന്നിരുന്നതാണ്. അപ്പം ഗൈസ്, ഞാൻ ഈ മിനിസോയിലൊക്കെ നമ്മൾ കയറിയപ്പം ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. മൈക്കൊക്കെ ഓണായിരുന്നു, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്തായാലും ആ ഒരു പാട്ട് വോയിസ് ഓവർ ചെയ്യും. സോ അപ്പം അത് വോയിസ് ഓവർ ചെയ്യാതെ എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് മിനിസോയ്ക്ക് 2-3 പാർട്ട്, അത് മാത്രം അങ്ങനെ ഒച്ച ഇല്ലാതെ ഉള്ളൂ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേസ് നമുക്ക് നോക്കാം. ഇപ്പം ഫ്രണ്ട്സ്, സനീമയും സരിതമ്മയും കൂടെ ഇവിടെ പാൻസ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഇപ്പോൾ ഒരു മഞ്ഞുമില്ല. പക്ഷേ ഇത് അങ്ങോട്ടൊക്കെ കണ്ടോ, നല്ല രസമുള്ളൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നി ഇവിടെ നിന്ന് കണ്ടപ്പോൾ. അത് നിങ്ങളെ വെറുതെ കാണിക്കാൻ വേണ്ടി എടുത്താട്ടോ. ഗൈസ്, സന്തോഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ. അപ്പോൾ സന്തോഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പാൻറ് നമ്മൾ നോക്കി കഴിഞ്ഞു. ഓഫീസ് പാൻസ്, ടീഷർട്ടല്ല, ഷർട്ടാണ്. അപ്പോൾ ഷർട്ട് നമ്മൾ പതുക്കെ പറഞ്ഞാൽ മതി. ഷർട്ട് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ നീലയും വെള്ള സ്ട്രൈപ്പും കിട്ടിയായിരുന്നു. ഇല്ല ഗൈസ്, ഞങ്ങൾ ഒരു ടൈപ്പ് ഷർട്ട് തപ്പി, പക്ഷെ അത് കിട്ടിയില്ല. അതാണ് ഞാൻ ചോദിച്ചത്. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇവന് വേണ്ടിയിട്ട് കുറച്ച് 2-3 എത്ര നിക്കറോ, 2 നിക്കറോ അത്ര എന്തോ, 3 നിക്കറും എടുത്തു. അതവന് നിക്കറൊന്ന് ഇട്ട് നോക്കി. അപ്പം പിന്നെ അപ്പം ഈ മൈക്കിനെ കുറിച്ചാണ്. ഇത് സനിയമ്മ വന്നപ്പോഴത്തേനും കൊണ്ടുവന്നതാണ്. പിന്നെ RX ആണ് മൊബൈലിലേക്ക്, നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കണം. TX ഉണ്ട്, RX ഉണ്ട്. അപ്പം മൊബൈലിലേക്ക് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കണം. അപ്പം ഇത് ഞങ്ങൾ തന്നെ ഫിറ്റ് ചെയ്ത ഫറാണ് ഗൈസ്. അല്ല, ഇതിലൂടെ നമ്മൾ ഇത് എങ്ങനെയൊക്കെ ഫിറ്റാക്കി എടുത്തു. പിന്നെ ഈ ഫറ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ലോക്ക് ഉണ്ട് അതിന് സംതിങ് എന്തോ ഇതുണ്ട്. അപ്പം അതെന്തായാലും എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ടാണ്. അതേപോലെ നമ്മൾ ഇപ്പം ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ടാണ്. സ്പോർട്ടിൻ്റെയും അലൻസോളിൻ്റെയും ഫ്രണ്ട്. ഇപ്പം ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് എല്ലാ ഷർട്ട്സ് ഇവിടെ.
അനസോളി ഉണ്ട്. പിന്നെ ലൂയിസ് ഫിലിപ്പിന്റെ വേറൊരു പോർഷൻ ഉണ്ട്, അതേപോലെ അവിടെ ഉണ്ട്. പിന്നെ വാൻ ഹ്യൂസിന്റെ തന്നെ 2 സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പം പാൻസിന്റെ ഒക്കെ വേറൊരു സെക്ഷനിലാണ് വരുന്നത്. പാൻസ് ഒക്കെ അപ്പുറത്തെ സെക്ഷനിലും, ഇത് ഫുള്ള് മെൻസിന്റെ ആണ്. ഒരു 3rd ഫ്ലോർ ആണ്. 3rd ഫ്ലോർ ഫുള്ള് മെൻസിന്റെ ആണ്. ഇത് കോട്ടയം ചീമാട്ടി കേട്ടോ. ബാക്കി എന്തെങ്കിലുമൊക്കെ ഓ സോ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ഇനി ഷർട്ട് എടുത്തോന്നറിയില്ല. ഞങ്ങളിവിടെ ഇരിക്കുകയാണ്, ചുമ്മാ വ്ളോഗ് എടുക്കാൻ വന്നിരുന്നതാണ്. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ മണിക്കൂറിന്റെ ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ കുറച്ചൊക്കെ നമ്മൾ ട്രയൽ ചെയ്ത് നോക്കി. അപ്പം ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പം നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിൽക്ക്. അപ്പൊ ഗൈസ്, നോക്കിയതിൽ ഇതാ നന്നായിട്ട്, അതെ ഊരട്ടെ, ഓക്കെ, നന്നായിട്ട് തോന്നിയത് ഇതാണ്. പിന്നെ പിന്നെ നമ്മൾ 2 ടീഷർട്ടും വേറെ സെപ്പറേറ്റ് എടുത്തു. വേറെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ടീഷർട്ട്. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, ഇപ്പം മണിക്കൂറിന്റെ ഡ്രസ്സ് എടുത്തു, ടീഷർട്ട് 2 എടുത്തു. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് 2 ഫ്രോക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ 2 നമ്മളിപ്പോൾ എടുത്തു. വേറെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മളിതാ ഇപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, കഴിഞ്ഞില്ല, നമ്മൾ പൊക്കത്തുനിന്ന് എനിക്കും ഡ്രസ്സ് എടുത്തു, ഇവന് ഡ്രസ്സ് എടുത്തു, അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു. ഇനി ചുരിദാർ വാങ്ങാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ പോകണം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ചുരിദാർ. അപ്പൊ അതാ നമ്മള് ലിഫ്റ്റിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അപ്പം എനിവേസ് നമുക്ക് കയറാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ലിഫ്റ്റിൽ ഇറങ്ങി. ഗൈസ്, ഇവിടെ മുത്തേശ്ശി ഉണ്ട്. ഗൈസ്, ഹായ് പറയൂ. അപ്പം നമ്മളിപ്പോ ഈ ഷീമാട്ടിൽ ഞാൻ വരുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. നമ്മൾ ആദ്യം മാർച്ച് സമയത്തൊന്ന് വന്നായിരുന്നു. അതിന് ശേഷം പിന്നെ സൗദിയിലൊക്കെ പോയതിനു ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ എല്ലാവർക്കും ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഇനി മുത്തേശ്ശിക്കും കൂടെ എടുക്കാൻ ബാക്കിയുള്ളൂ. അപ്പൊ ഇനി മുത്തേശ്ശിക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. സോ ഇവിടെ നമ്മൾ ഓരോ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഓരോ ഡ്രസ്സ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സോ ഗൈസ്, അപ്പൊ നമ്മളിതാ ഇവിടെ ഇപ്പം ചുരിദാർ സെക്ഷനിൽ സനിയമ്മ ചുരിദാർ എടുത്തോ? ഓക്കെ. അപ്പൊ സനിയമ്മ ചുരിദാർ എടുത്തു. അപ്പൊ സരിതാമ്മയ്ക്ക് ചുരിദാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കുട്ടാ, എങ്ങനെയുണ്ട്? പോസ്റ്റ് ആണോ? നീ പോസ്റ്റ് ആണോ? പോസ്റ്റ് ആണോ? ഇവൻ പോസ്റ്റ് ആണ് ഗൈസ്. ഞങ്ങളിവിടെ ഡ്രസ് ഇങ്ങനെ തപ്പിക്കൊണ്ട് പറഞ്ഞോട്ടെ, മാമ മീയ. അതെന്തിനാ ഒക്കെ പറയണ? സോ ഗൈസ്, നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, ഷീമാട്ടിയുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ ഷീമാട്ടിന്ന് ഇറങ്ങാൻ പോണ്. അപ്പൊ ഇനി ഷീമാട്ടിന്ന് ഇറങ്ങിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മളിപ്പോൾ ഭീമയിൽ വന്നേക്കാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ ഷീമാട്ടിന്ന് ഇറങ്ങിയ ശേഷം ഭീമയിൽ വന്നേക്കാണ്. ഭീമയിലെ സനിയമ്മയ്ക്ക് കമ്മൽ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ്. സോ നമുക്ക് നോക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ് ഗൈസ്. ഇപ്പൊ ഫ്രണ്ട്സ്, നേരത്തെ മണിക്കുട്ടൻ ഇവിടെ വന്നിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ ദാ മണിക്കുട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ ഇപ്പം സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മളൊരു കമ്മലും ഒരു റിങ്ങും ആണ് വാങ്ങിയത്. സോ ഗൈസ്, മണിക്കുട്ടനെ ഇവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. ഇതേ ഗൈസ്, ബാക്കി എല്ലാവരും അവിടെ ഇരുന്നുണ്ട്. ഇവരവിടെ ഇരുന്ന് എന്തോ ഒക്കെ ചർച്ച ചെയ്യാണ്. എന്താണോ എന്തോ. സരിതാമ്മ അവിടെ എല്ലാം കേട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതോടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. എല്ലാ സംഭവം മേടിച്ചു. പക്ഷെ ബില്ല് ചെയ്തിട്ട് നമ്മൾ കുറച്ചു നേരം ഇവിടെ എന്തോ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കുകയാണ്. സോ ഞാനും മുത്തച്ചിയും ഇവിടെ ഉണ്ട്, സനിയമ്മ ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഗൈസ്, നമ്മളിവിടെ ഒരു ഹോട്ടലിൽ കയറിയതാണ്. ആദാമിന്റെ ചായക്കട എന്നാണ്. മിക്കവർക്കും അറിയാവുന്ന ഒരു ഹോട്ടലായിരിക്കും ആദാമിന്റെ ചായക്കട. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിശപ്പിന്റെ വിളി അപ്പുറത്ത് ഫുഡ് വന്നതിന് വന്നുകൊണ്ട് ഞാൻ വ്ളോഗൊക്കെ എടുത്ത് മറന്നുപോയി. അതുകൊണ്ട് നമ്മളിപ്പോ സോഫ്റ്റ് ഡ്രിങ്ക്സ് വന്നിട്ടുണ്ട്. അപ്പം ഐസ് ഉണ്ട് കേട്ടോ. ഇതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് സോഡ ലൈമാണ്. കുടിച്ചിട്ട് വരാം ഗൈസ്.
അങ്ങനെ ഗൈസ് കഴിച്ചു ഗൈസ് ഇവിടെ ക്രിസ്മസിന്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സിൽക്കൺ എന്ന് പറഞ്ഞൊരു ഇവിടെ സിൽക്കൺ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. സൂപ്പർ അല്ലേ, ഹൈപ്പറാണ്. പിന്നെ സോറി, ഹൈപ്പർ മാർക്കറ്റിൽ വന്നേക്കാണ്. സോ അപ്പൊ നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു സംഭവം, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നായിരുന്നു. ഞങ്ങളൊരു സാധനം വാങ്ങി. ഇതാണ് സംഭവം, ജാക്ക് ഫ്രൂട്ട് ട്രെയിൻ. പക്ഷെ നമ്മുടെ ചക്ക വറുത്തത് ഇത് ഇവിടെ വരുന്നവരോ അല്ലെങ്കിൽ കാണും, പല ബ്രാൻഡിനാണെന്ന് അറിഞ്ഞൂടാ. ഇതിപ്പം പ്രസ്റ്റിന്റെയാണ്. സോ ഇത് ഇവിടെയൊക്കെ വരുന്നവർ ഇത് കാണുകയാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ. സോ ഇത് മസ്റ്റായിട്ട് കഴിക്കേണ്ട. ചേട്ടൻ നല്ല ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല മധുരമുള്ള ഒരു ചക്ക വറുത്തത്. എന്തായാലും നമ്മളിപ്പോൾ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ നേരെ ഫ്രൂട്ട് സെക്ഷനിലാണ്. നല്ല വലിയ ഹൈപ്പർ മാർക്കറ്റ്, ഈ ഇടയ്ക്ക് ഇവിടെ തുടങ്ങിയതാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഏറ്റുമാനൂര്. സോ ഇതിന്റെ പക്കത്ത് റെസ്റ്റോറൻറ്റും ഉണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് അധികം ലൈറ്റ് ഇല്ല. സോ ഗൈസ് നമ്മളിപ്പോ സിൽക്കണിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് നീ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പൊ സമയം ഏകദേശം 9 മണിയൊക്കെ ആയതേ ഉള്ളൂ. സോ ഗൈസ്, അപ്പൊ ഇത്ര ഉള്ള ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അടുത്തൊരു കാണാം. അതുവരേക്കും ബൈ ബൈ.